എവറസ്റ്റിൽ ശാന്തമായ ഉറക്കത്തിൽ കിടക്കുന്ന പ്രശസ്തനായ ഒരാളുണ്ട്. അവിടേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് നിശബ്ദ വഴികാട്ടിയായി മാറിയ ഗ്രീൻ ബൂട്ട്സ്. ഫ്ലൂറസന്റ് പച്ച നിറത്തിലുള്ള സമ്മിറ്റ് ബൂട്ട്സ് ധരിച്ച് മഞ്ഞിൽ കിടക്കുന്ന ശാന്തമായി ഉറങ്ങുന്ന ഒരു മൃതദേഹം. ഓക്സിജൻ വളരെ കുറവായ എവറസ്റ്റിലെ ഡെത്ത് സോൺ എന്നറിയപ്പെടുന്ന 8000 മീറ്റർ ഉയരത്തിൽ കഴിഞ്ഞ 30 വർഷമായി ഈ മൃതദേഹം വിശ്രമത്തിലാണ്. ഗ്രീൻ ബൂട്ട്സിന്റെ അടുത്തെത്തിയാൽ പിന്നെ ഇത്ര ദൂരം കൂടിയേ മുകളിലേക്കുള്ളൂ എന്നും അല്ലെങ്കിൽ ഗ്രീൻ ബൂട്ട്സ് വരെ എത്തിയെന്നും പർവ്വതാരോഹകർക്ക് കൂടെയുള്ളവരെ അറിയിക്കാം. സത്യത്തിൽ അതൊരു ലാൻഡ്മാർക്കായി മാറിയ മൃതദേഹമാണ്. 1996 നോർത്ത് റിഡ്ജ് പാതയിലൂടെ കൊടുമുടി കയറാൻ ശ്രമിക്കുന്നതിനിടെ ദുരന്തത്തിൽപ്പെട്ട ITBPയിലെ 6 ഇന്ത്യൻ മലകയറ്റക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇത് ലാൻസ് നായിക് ദോർജെ മുറൂപ്പ് എന്ന പർവ്വതാരോഹകന്റെ മൃതദേഹമാണെന്ന് ചിലർ വിശ്വസിക്കുമ്പോൾ 1996 മെയ് 10 സുബേദാർ സെൽവോങ് സമൻലയ്ക്കൊപ്പം കയറിയ ഹെഡ് കോൺസ്റ്റബിൾ സെൽവാങ് പാൽജോറിന്റെ മൃതദേഹമാണിതെന്ന് മറ്റു ചിലർ അവകാശപ്പെടുന്നു. അദ്ദേഹം ധരിച്ചിരുന്ന തിളങ്ങുന്ന പച്ച നിറത്തിലുള്ള ബൂട്ടുകളാണ് ഈ പർവ്വതാരോഹകന് ഗ്രീൻ ബൂട്ട്സ് എന്ന പേര് നൽകിയതെങ്കിലും ഇത് ആരുടെ മൃതദേഹമാണെന്ന് ഇപ്പോഴും കൃത്യമായ ഉറപ്പില്ല. ഈ 3 പേരും എവറസ്റ്റ് കൊടുമുടിയുടെ തൊട്ടടുത്തെത്തിയെങ്കിലും മടങ്ങാൻ നിർബന്ധിതരാകുകയും മരണമേഖലയിൽ തന്നെ കുടുങ്ങിപ്പോവുകയുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. 8570 മീറ്റർ ഉയരത്തിലുള്ള സെക്കൻഡ് സ്റ്റെപ്പ് എന്നറിയപ്പെടുന്ന സ്ഥലത്തിനു മുകളിൽ ഹെഡ് ലാമ്പുകൾ ചലിക്കുന്നത് കണ്ടതായി സംഘത്തിലെ ബാക്കി 3 അംഗങ്ങൾ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ആ വെളിച്ചം അണയുകയും 3 പേരും കുടുങ്ങിപ്പോവുകയുമായിരുന്നു. ടിബറ്റ് വഴിയുള്ള വടക്ക് ഭാഗത്ത് നിന്നുള്ള എല്ലാ പർവ്വതാരോഹകർക്കും 8500 മീറ്റർ ഉയരത്തിൽ ചുണ്ണാമ്പുകൽ ആൽക്കോവ് ഗുഹയിൽ ചുരുണ്ടുകിടക്കുന്ന ഈ മൃതദേഹം കാണാൻ കഴിഞ്ഞിരുന്നു. 2014 മെയ് മാസത്തിൽ ഈ മൃതദേഹം കാണാതായതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. നീക്കം ചെയ്യപ്പെടുകയോ കുഴിച്ചിടുകയോ ചെയ്തിരിക്കാമെന്നാണ് കരുതിയതെങ്കിലും 2017 അതേ ഉയരത്തിൽ തന്നെ ഈ മൃതദേഹം വീണ്ടും ശ്രദ്ധയിൽപ്പെട്ടു. എവറസ്റ്റിന് മുകളിൽ വെച്ച് 346 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. അതിൽ ഏകദേശം 200ഓളം മൃതദേഹങ്ങൾ തണുത്തുറഞ്ഞ് വിവിധ ഭാഗങ്ങളിലായി കിടക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിൽ ഭൂരിഭാഗവും മരണമേഖലയിലാണ്. എവറസ്റ്റ് കൊടുമുടിയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഗ്രീൻ ബൂട്ട്സ് എന്നറിയപ്പെടുന്ന പർവ്വതാരോഹകന്റെ മൃതദേഹം തിരികെ എത്തിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ. ഈ മൃതദേഹം വീണ്ടെടുക്കുന്നതിനായി പ്രത്യേക ഹൈ ഓൾട്ടിറ്റ്യൂഡ് റിക്കവറി ഏജൻസിയെ ഏൽപ്പിക്കുന്നതിനായി ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് ഇപ്പോൾ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. ഈ വർഷം ജൂണിനും സെപ്റ്റംബറിനും ഇടയിലാണ് കടുത്ത വെല്ലുവിളികൾ നിറഞ്ഞ ഈ ദൗത്യം നിശ്ചയിച്ചിരിക്കുന്നത്. വിദഗ്ധരായ ആളുകളുടെ ഒരു സംഘം ഈ മേഖലയിലെത്തി മൃതദേഹം വീണ്ടെടുത്ത് നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാനാണ് ശ്രമിക്കുന്നത്. കുറഞ്ഞത് പരിചയസമ്പന്നരായ 6 പേരെയെങ്കിലും ഈ ദൗത്യം ഏൽപ്പിക്കും. ടെൻഡർ ലഭിക്കുന്ന ഏജൻസി ടിബറ്റിലെ ചൈനീസ് അധികാരികളിൽ നിന്ന് അനുമതി വാങ്ങുക, ടിബറ്റ് നേപ്പാൾ അതിർത്തിയിലുടനീളം ഗതാഗതം ക്രമീകരിക്കുക, മൃതദേഹം തിരികെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നിയമപരമായ നടപടികൾ പൂർത്തിയാക്കുക, ഭൗതിക ശരീരം കേടുകൂടാതെ സൂക്ഷിക്കുക എന്നിവ ഉറപ്പാക്കേണ്ടതുണ്ട്. പതിറ്റാണ്ടുകളായി തണുത്തുറഞ്ഞ അവസ്ഥയിൽ കിടക്കുന്ന മൃതദേഹം ആദരവോടും സുരക്ഷിതത്വത്തോടും കൂടി കേടുപാടുകളില്ലാതെ സൂക്ഷിക്കുന്നതിന് അനുയോജ്യമായ സാങ്കേതിക വിദ്യകൾ കരാർ ലഭിക്കുന്ന കമ്പനി ഉപയോഗിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം മലയിലെ മഞ്ഞുപാളികൾ ഉരുകുന്നതോടെ ഇനിയും കൂടുതൽ മൃതദേഹങ്ങൾ പുറത്തു വന്നേക്കാം. നിത്യമായ വിശ്രമത്തിൽ കഴിയുന്ന 200-ലധികം മനുഷ്യർ